ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ്. ക്യാരറ്റും 2 ക്യാരറ്റും 1 പൊട്ടാറ്റോയും കൂടി. പാത്രം വെച്ചു, ഗ്യാസ് കത്തുന്നുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തൊട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ പുറത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്. ബാച്ചിലേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന പിള്ളേരായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഫാമിലി ഇവിടെ ആയിരിക്കും, ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിലും 2 ക്യാരറ്റും 1 പൊട്ടാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്യുക. നമുക്ക് ഇച്ചിരി ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിടണം, കൂടിപ്പോയാൽ. എപ്പോഴും പഴയതാണ്, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നന്ന് സവാള ഒന്നും കൂടി ഒന്ന് വഴറ്റി വരട്ടെ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റും പൊട്ടാറ്റോ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനകത്തോട്ട് ഇടാൻ പോണത് ഒരു 1/4 ടീസ്പൂൺ ഇച്ചിരി മുളക് പൊടി കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കോളേജിൽ പോകുന്ന പിള്ളേരാണെങ്കിലും പിന്നെ ബാച്ചിലേഴ്സ് ആണെങ്കിലും ഇച്ചിരി അത് വേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാതെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്യും. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് ജീരകം ഇടുക കേട്ടോ. ഇനി ഇതിപ്പോൾ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഞവടിയെടുക്കുക. മിക്സിയുടെ ജാറിനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ്. ഇപ്പോൾ എല്ലാ ബാച്ചിലേഴ്സിനും നമ്മൾ ഇവിടുന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഈ റെസിപ്പി. 5 മിനിറ്റും കൂടി വേണ്ട. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നായി ഒരു 2 മിനിറ്റ് സൈഡിലോട്ടാക്കി വെച്ചാൽ മതി. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം.